Good morning students. Welcome to the part 1 video of Income Tax series. ഇന്ന് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെയാണ് ഇൻകം ടാക്സിലെ ബേസിക് കോൺസെപ്റ്റ്സും അതിൽ നമ്മൾ നോർമലി കേൾക്കുന്ന ടേമുകളും യൂസ് ചെയ്യുന്ന ടേമുകളൊക്കെ നമ്മൾ പഠിക്കുന്നത്. സോ ഇത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിലെ കാര്യങ്ങൾ, അതായത് ഇതിൽ നമ്മൾ പറയുന്ന ടേംസും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഒരു പേഴ്സൻ്റെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് നമ്മൾ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഫസ്റ്റായിട്ട് വാട്ട് ഈസ് ഇൻകം ടാക്സ്? ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഇറ്റ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എ പേഴ്സൺ ടു ദ ഗവൺമെൻറ്. ഒരു രാജ്യത്ത് ഏൺ ചെയ്യുന്ന എല്ലാ ഇൻഡിവിജ്വൽസും ആ ഗവൺമെൻറ് കൊണ്ട് കൊടുക്കുന്ന ഒരു കമ്പൽസറി പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ റവന്യൂ സോഴ്സ് എന്ന് പറയുന്നതും ഈ ഇൻകം ടാക്സ് ആണ്. അത് കൊടുക്കുന്ന ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? അതൊരു പേയ്മെൻ്റ് ആണ്. ഇതാണ് ഇൻകം ടാക്സിനെ കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം, രണ്ട് ടൈപ്പ് ടാക്സസ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് ആയിട്ട്, അതായത് ടാക്സ് കൊടുക്കുന്നതായിട്ട് ഒരു എമൗണ്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയാണ്. അതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്, അതേപോലെ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ നമ്മൾ ടാക്സിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അത്തരം ടാക്സുകളെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. വേർ ദ എമൗണ്ട് ഇസ് ഡയറക്ട്ലി പെയ്ഡ് ടു ദ ഗവൺമെൻറ് ആസ് ടാക്സ്. ടാക്സ് ആയിട്ട് നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുകയാണ്. ഇനി എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പം നമ്മൾ അറിയുന്നില്ല എന്ത് നമ്മൾ കൊടുക്കുന്നത് ടാക്സ് ആണെന്ന് അറിയാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ടാക്സ് കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങളൊരു 10 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നു. നിങ്ങൾ പേ ചെയ്യുന്നത് 10 രൂപയാണ്. പക്ഷേ ആ 10 രൂപയിൽ ബിസ്ക്കറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എത്രയേ ഉണ്ടാവുള്ളൂ? 8 രൂപയേ ഉണ്ടാവുള്ളൂ. ബാക്കി 2 രൂപ എന്തായിരിക്കും? ഗവൺമെൻറ്റിലേക്കുള്ള, ആ പ്രൊഡക്റ്റിൻ്റെ പുറത്ത് ഗവൺമെൻറ്റിലേക്കുള്ള ടാക്സ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ എത്രയാണ് കൊടുക്കുന്നത്? 10 കൊടുക്കുന്നത്. വിത്തൗട്ട് നോയിങ് ദാറ്റ് യു ആർ പേയിങ് ദ 2 rupee ആസ് എ ടാക്സ്. ഇങ്ങനെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന എല്ലാ ടാക്സുകളെയും നമ്മൾ എങ്ങനെയാണ് പറയുക? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി ഒക്കെ ഇതിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു ചെറിയ ഡിഫറൻസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ടേബിൾ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെയും മീനിങ് അറിയെങ്കിൽ തന്നെ സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വരുന്നത് ഇതിലുള്ള മേജർ ടേംസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ നോർമലി ഇൻകം ടാക്സ് പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസസി ആണ്. അസസി എന്ന് നമ്മൾ പറയുന്നത് എ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ്. ഇപ്പോൾ നിങ്ങളോ ഞാനോ ആരാണോ ടാക്സ് അടയ്ക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ലോയുടെ കണ്ണിൽ ആരാണോ ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ളത്, ടാക്സ് മാത്രമാവണമെന്നില്ല, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഇങ്ങനെ ലയബിൾ ആയിട്ടുള്ളത് ആരാണോ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസി എന്ന് പറയുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ്, അതിൽ ആരൊക്കെ ഉണ്ടാവുന്ന താഴെ പറയുന്നുണ്ട്. പേഴ്സൺ പേയിങ് ടാക്സ്, പേഴ്സൺ എഗെയിൻസ്റ്റ് whom tax proceedings are held, legal representatives or agents, person failing to do duty under the act. അപ്പോൾ ഇത്രയും ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ നമ്മൾ ഇൻകം ടാക്സിൻ്റെ കണ്ണിൽ അസസി എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ഹു ഇസ് എ ഡീംഡ് അസസി. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ തൻ്റേതല്ലാതെ മറ്റൊരാളുടെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കുന്ന ആണെങ്കിൽ, അതായത് മറ്റൊരാളുടെ ഏർണിങ്സിൻ്റെ പുറത്ത്, അനദർ പേഴ്സൻ്റെ ഏർണിങ്സിൻ്റെ പുറത്ത് ടാക്സ് അടയ്ക്കുന്ന ആളെയാണ് നമ്മൾ ഡീംഡ് അസസി എന്ന് പറയുന്നത്. അതിന് ഇത്രയും ഓർത്താൽ മതി. ഒരു ഗാർഡിയൻ തൻ്റെ മൈനർ ചൈൽഡിൻ്റെ ഇൻകത്തിന് എന്ത് കൊടുക്കുകയാണ്? ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ ആ മൈനറിനെ സംബന്ധിച്ചിടത്തോളം ഗാർഡിയൻ ആരാണ്? ഒരു ഡീംഡ് അസസിയാണ്. അസസി ഇൻ ഡിഫോൾട്ട്. തേർഡ് വൺ, എ പേഴ്സൺ ഫെയിലിംഗ് ടു ഡിഡക്റ്റ് ഓർ പേ ടാക്സ്. ഒരാൾ ടാക്സ് അടയ്ക്കാൻ ഫെയിലാവും അല്ലെങ്കിൽ അടയ്ക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം എ പേഴ്സൺ ഫെയിലിംഗ് ടു ഡിഡക്റ്റ് ഓർ പേ ടാക്സ്, ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പേ ചെയ്യാനോ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസി ഇൻ
ഡീഫോൾട്ട്. അപ്പോൾ ഇത്രയും SSC ആരാന്ന് പഠിച്ചു, ഡീംഡ് SSC നമ്മൾ ഡിസ്കസ് ചെയ്തു, SSC ഇൻ ഡീഫോൾട്ട്. ഇനി നമ്മൾ അടുത്തൊരു മേജർ കോൺസെപ്റ്റാണ് അസസ്മെൻറ്റ് ഇയറും അതേപോലെ ഫിനാൻഷ്യൽ ഇയറും. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈൻ ടാക്സബിൾ ഇൻകം ബൈ ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലേ നമ്മുടെ ടാക്സ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അസസ്മെൻറ്റ് ഇയർ? ഏത് ഇയറിലേക്ക് അല്ലെങ്കിൽ ഏത് ഇയറിലെ ഇൻകത്തിന് പുറത്താണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്, ആ വർഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. 2024-25 അതായത് 2024-25 കാലഘട്ടത്തിൽ ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവുക? ടാക്സ് കൊടുക്കുന്നുണ്ടാവുക. സോ അസസ്മെൻറ്റ് ഇയർ ഏതാണ്? 24-25. ഇനി എന്താണ് പ്രീവിയസ് ഇയർ? അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുന്നേ ഉള്ള വർഷമാണെന്ത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫിനാൻഷ്യൽ ഇയർ? നിങ്ങൾക്കൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ കൊമേഴ്സ് പഠിച്ചു തുടങ്ങുമ്പോൾ പഠിക്കുന്നതാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ. ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എല്ലാ ഇയറിൻ്റെയും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അസസ്മെൻറ്റ് എന്താണ്, അസസ്മെൻറ്റ് ഇയർ എന്താണ്, പ്രീവിയസ് ഇയർ എന്താണ്, ഫിനാൻഷ്യൽ ഇയർ എന്താണ്. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി ഇവിടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് പറയുന്നുണ്ട്. അതിൽ ഇൻസിഡൻസ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതാദ്യമായിട്ട് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1860 സർ ജെയിംസ് വിൽസൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കലാപത്തിൽ വന്ന നഷ്ടങ്ങളെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. പിന്നീട് അത് 1886 ഒരു ആക്റ്റായിട്ട് പാസ്സാക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഒരുപാട് അമെൻമെൻറ്റുകൾ, അതായത് തിരുത്തലുകളും പൊളിച്ചുപണിയൊക്കെ നടക്കുകയുണ്ടായി. 1961 ഇന്ന് പ്രിവൈലിംഗ് ആയിട്ടുള്ള നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് നിലവിൽ വന്നിട്ടുള്ളത്. സോ ഇൻകം ടാക്സ് ആക്ട് എന്നാണ് വന്നിട്ടുള്ളത്? 1961 വന്നിട്ടുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പേഴ്സൺ. നമ്മൾ നോർമൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന പേഴ്സണിൻ്റെ മീനിങ് അല്ല ഇൻകം ടാക്സിൻ്റെ കണ്ണിൽ പേഴ്സൺ എന്ന് പറയുന്നത്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പെർട്ടിക്കുലർ പേഴ്സണിൻ്റെ പുറത്തായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇൻകം ടാക്സ് ചുമത്തുന്നുണ്ടാവുക. ഇതെപ്പോഴും എന്തായിരിക്കണം എന്നില്ല, നിങ്ങളെയോ ഞാനോ പോലത്തെ ഇൻഡിവിജ്വൽസ് മാത്രം ആയിരിക്കണം എന്നില്ല. ആരൊക്കെ ഉണ്ടാവും? എ പേഴ്സൺ ഇൻക്ലൂഡ്സ് താഴെ പറയുന്ന ഈ കാറ്റഗറിയിലുള്ള ഇവരൊക്കെ എന്താണ്? ഇൻകം ടാക്സിൻ്റെ കണ്ണിൽ പേഴ്സൺ ആയിട്ടുള്ളവരാണ്. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽസ്, നിങ്ങളെയും എന്നെയും പോലത്തെ ഇൻഡിവിജ്വൽസ്. രണ്ടാമത്തത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, HUF നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കമ്പനി, ഫേംസ് അതായത് പാർട്ട്ണർഷിപ്പ് ഫേമുകളാണ്. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ലോക്കൽ അതോറിറ്റീസ് ലൈക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഒക്കെ പോലത്തെ ലോക്കൽ അതോറിറ്റീസ്. ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ, യൂണിവേഴ്സിറ്റീസ് ഒക്കെ പോലത്തെ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഇൻകം ടാക്സിൻ്റെ വ്യൂ പോയിന്റിൽ നമ്മളെങ്ങനെയാണ് പറയാം? പേഴ്സൺ എന്നാണ് പറയാം. ഇനി എന്താണ് ഇൻകം? ഇൻകം ടാക്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇൻകത്തിൻ്റെ പുറത്താണല്ലേ ടാക്സ് കൊടുക്കുന്നത്. അപ്പം ഒരു പേഴ്സണിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇൻകം ടാക്സിൽ ഇൻകത്തിനൊരു പ്രത്യേക ഡെഫിനിഷൻ ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഇന്നതാണ് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. പക്ഷേ ഇൻകം എന്ന ഹെഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മൾ എന്തെങ്കിലും ബിസിനസ്സോ പ്രൊഫഷനോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് ആയിരിക്കാം. സാലറി, പെർക്വിസൈറ്റ്സ്, അലവൻസസ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഇൻകം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന സാലറി ആയിരിക്കും. ഡിവിഡൻഡ്, ക്യാപിറ്റൽ ഗെയിൻ, ഇത്തരം നമ്മൾ കമ്പനിയിൽ എന്തെങ്കിലും ഷെയറോ അവിടെ നിന്ന് കിട്ടുന്ന ഡിവിഡൻസ് ഒക്കെ ഉണ്ടാവും. ഗിഫ്റ്റ് എക്സീഡിങ് ₹50,000, 50,000 മുകളിലുള്ള ഗിഫ്റ്റുകൾ. ലോട്ടറി ഓർ ബെറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ. വളണ്ടറി കോൺട്രിബ്യൂഷൻ ടു സർട്ടെയിൻ ട്രസ്റ്റുകൾക്ക് കൊടുക്കുന്ന വളണ്ടറി കോൺട്രിബ്യൂഷൻസ്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു ഫണ്ട്സ്, ഇൻഷുറൻസ് മെച്യൂരിറ്റി
പ്രൊസീഡ്സ്. അപ്പം ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഇതൊക്കെ നമ്മൾ ഇൻകത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ അതേപോലെ അതിൽ എടുത്ത് പറയുന്നുണ്ട്, ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാഷ് ആൻഡ് നോൺ ക്യാഷ്. ക്യാഷ് ആയിട്ടുള്ളതും ചിലപ്പോൾ നമുക്ക് അലവൻസസ് ആയിട്ടോ സൗകര്യങ്ങളായിട്ടോ പെർക്വിസൈറ്റ്സ് ഒക്കെ ആയിട്ടായിരിക്കും, അതായത് ഫിനാൻഷ്യലി അല്ലാത്ത ബെനിഫിറ്റ്സ് ആയിരിക്കും തരുന്നുണ്ടാവുക. രണ്ടും എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? ഇൻകത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്തൊരു ടേം പറയുന്നത് കാഷ്വൽ ഇൻകമാണ്. കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു റെഗുലറായിട്ട് വരുന്ന ഒരു ഇൻകം അല്ല, ഒരു സാലറി പോലെയോ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് പോലെയോ ഒരു റെഗുലറായിട്ട് വരുന്നതല്ല. എന്താണ്? നോൺ റിക്കറിങ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലർ അല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻകം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക? കാഷ്വൽ ഇൻകം എന്ന് പറയുക. അതിനൊരു എക്സാമ്പിളാണ്, നമ്മൾ വിചാരിക്കാതെ നമുക്കൊരു 1 കോടി രൂപയുടെ ലോട്ടറി അടിക്കുന്നു. അതെന്താണ്? റെഗുലർ കിട്ടുന്നതല്ല, പക്ഷേ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇൻകമാണ്. അപ്പം അതിൽ കുറച്ചെണ്ണം എന്തൊക്കെയാണ് കാഷ്വൽ ഇൻകത്തിൽ വരുന്നതെന്ന് പറയുന്നുണ്ട്. വിന്നിങ് ഫ്രം ലോട്ടറി, അതേപോലെ വിന്നിങ് ഫ്രം ക്രോസ് വേർഡ് പസിൽസ്, ഹോഴ്സ് റേസുകൾ, എന്തെങ്കിലും ഹോഴ്സ് റേസൊക്കെ കണ്ടക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ അത്, വിന്നിങ് ഫ്രം കാർഡ് ഗെയിംസ്, വിന്നിങ് ഫ്രം ഗ്യാംബ്ലിങ്, ബെറ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ എന്താണ്? നോൺ റിക്കറിങ് ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഇൻകം ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകവും അതേപോലെ ടോട്ടൽ ഇൻകവും. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പല സോഴ്സുകളിൽ നിന്നുമായിട്ട് ഒരുപാട് ഇൻകം ഉണ്ടാവും. സോ ഈ എല്ലാ ഇൻകങ്ങളിലും ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓൾ ടുഗെദർ ഒരാളുടെ ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. നോർമലി 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണ് നമുക്കുള്ളത്. ഇൻകം ഫ്രം സാലറി, പണിക്ക് പോകുന്നു, സാലറി കിട്ടുന്നു, ആ ഒരു ഇൻകം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, നമുക്ക് എന്തെങ്കിലും ഒരു ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ റെൻ്റ് ചെയ്യുന്നു, ഒരു വീട് റെൻറ്റിന് കൊടുക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യുന്നു? എല്ലാ മാസവും അവിടെ നിന്നൊരു റെൻ്റൽ എമൗണ്ട് കിട്ടുന്നു. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ബിസിനസ്സെന്നോ പ്രൊഫഷനെന്നോ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്സ്, അല്ലെങ്കിൽ ഫീ ആയിട്ട്, പ്രൊഫഷൻ ആണെങ്കിൽ ഫീ ആയിട്ട് കിട്ടുന്നത്. ക്യാപിറ്റൽ ഗെയിൻസ്, നമ്മളടുത്തുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ളത് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഗെയിൻ. ഇൻകം ഫ്രം അതർ സോഴ്സസ്, എന്താണ് നമ്മൾ പറഞ്ഞ പോലെ ഈ മുകളിൽ പറഞ്ഞ 4 അല്ലാതെ അതർ സോഴ്സസ് നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയും. ഈ 5 കൂടെ കൂട്ടിയിട്ട് കിട്ടുന്ന ഒരു ടോട്ടൽ ഇൻകം ഉണ്ടാവും ഒരു പേഴ്സണിന് ചിലപ്പോൾ ഇതിൽ 3 ഹെഡ് ഉണ്ടാവും, അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് ഇൻകം ആൾക്ക് കിട്ടുന്നുണ്ടാവും. സോ അതിൻ്റെ 3ൻ്റെയും ടോട്ടലായിരിക്കും ആളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി എന്താണ് ടോട്ടൽ ഇൻകം? നേരത്തെ മുകളിൽ കണ്ടിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഇൻകം ടാക്സ് നമുക്ക് തരുന്ന ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം, അതൊക്കെ നിങ്ങൾ വരുന്ന ചാപ്റ്ററുകളിൽ പഠിപ്പിക്കും. അതായത് ഇത്തരം ഡിഡക്ഷൻസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഇൻകം ടാക്സ് ലോ അനുവദിക്കുന്ന ഡിഡക്ഷൻസ് ലെസ് ചെയ്തിട്ടുള്ള ബാലൻസ് വരുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഒരു പേഴ്സൻ്റെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പുറത്തായിരിക്കും. ഡിഡക്ഷൻ കുറച്ചിട്ടുള്ള ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്തായിരിക്കും ഒരു പേഴ്സൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒരു ടേബിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്. രണ്ടിൻ്റെയും മീനിങ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ടൊരു 2-3 പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് വെർച്വൽ ഡിജിറ്റൽ അസറ്റാണ്. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. എനി ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വാല്യൂ. പഴയ പോലെയല്ല, ഇപ്പം നമുക്ക് എന്ത് പറ്റും? നമ്മൾ ഇൻകം അല്ലെങ്കിൽ നമ്മൾ അസറ്റ് എന്നൊക്കെ പറയുന്നത് ഡിജിറ്റലി ഉള്ള അസറ്റുകളും ഉണ്ടാവും അല്ലേ? ഇങ്ങനെ എനി ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വാല്യൂ ഉള്ള എനി ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിപ്റ്റോഗ്രാഫിക്കലി അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള വേസിലൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ടേം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്താണ്? ഡിജിറ്റൽ ആയിട്ടുള്ള അസറ്റുകൾ അല്ലെങ്കിൽ വെർച്വലി റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന അസറ്റുകളാണ്. അതാണ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാക്സിമം മാർജിനൽ റേറ്റ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ടേം മീനിങ് നിങ്ങൾ ഓർത്തിരിക്കുക. ദ ഹയസ്റ്റ് ഇൻകം ടാക്സ് റേറ്റ് applicable to the top income slab for individuals or group.
അതായത് ഹയസ്റ്റ് ഇൻകം ടാക്സ് റേറ്റാണ്. ഒരു ഇൻകം ടാക്സ് സ്ലാബ് ഉണ്ട്, അത് നമ്മൾ ലേറ്റർ ഓൺ പറയുന്നുണ്ട്. എല്ലാവർക്കും എന്തല്ല വരിക, ഒരേ എമൗണ്ട് ഓഫ് ടാക്സ് അല്ല. ഇപ്പം ഒരു കോടിയുടെ ഏണിംഗ് ഉള്ള ആൾക്കും 1 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഏണിംഗ് ഉള്ള ഒരാൾക്കും എന്തായിരിക്കണം എന്നില്ല, ഒരേ ടാക്സ് ആയിരിക്കണം എന്നില്ല വരുന്നത്. സോ അതിനൊരു സ്ലാബ് ഉണ്ട്, അത് നമ്മൾ ലേറ്റർ ഓൺ പറയും. അതിൽ ഏറ്റവും ടോപ്പ് സ്ലാബിൽ വരുന്ന ഒരു പേഴ്സൻ്റെ പുറത്ത് ചുമത്താൻ പറ്റുന്ന ഹയസ്റ്റ് ഇൻകം ടാക്സ് റേറ്റിനെ ഇൻക്ലൂഡിങ് സർചാർജ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ 2 ടേമും ഒന്ന് അറിഞ്ഞിരിക്കുക ഇൻ കേസ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, പാൻ കാർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. ഈ പാൻ്റെ ഫുൾ ഫോം ആണ് എന്ത്, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്. ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ആധാർ കാർഡൊക്കെ പോലെ ഒരു കാർഡാണ്. അതെന്തായിരിക്കും, അതിലൊരു ആൽഫ ന്യൂമറിക്കൽ നമ്പർ ഉണ്ടാവും. ആൽഫബറ്റ്സും നമ്പേഴ്സും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു നമ്പറാണിത്. ഇതാണ് നമ്മൾ ഇൻകം ടാക്സ് പർപ്പസിൽ ഇതാണ് നമ്മളെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ. ഈ ഒരു ആൽഫ ന്യൂമറിക്കൽ നമ്പർ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓരോ പേഴ്സണിനെയും അല്ലെങ്കിൽ ഓരോ അസസിനെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് വരുന്നത് ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ. പാൻ എന്ന് പറയുന്ന പോലെ തന്നെ ടാൻ നമ്പറാണ്. റിക്വയർഡ് ഫോർ പേഴ്സൺസ് ഡിഡക്റ്റിംഗ് ഓർ കളക്റ്റിംഗ് ടാക്സ് അറ്റ് സോഴ്സ്. നമ്മൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ പിന്നീട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിക്കും. അതായത് നമ്മൾ ഏൺ ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇൻകം ഇൻക്വയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ടാക്സ് പേ ചെയ്യുന്നതാണ്. സോ ഇങ്ങനെയുള്ള സോഴ്സും തന്നെ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന നമ്പറിനാണ് നമ്മൾ ടാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സ്പാൻഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ. ഇനി നേരത്തെ പറഞ്ഞ പോലെ 5 ഹെഡ്സ് ഓഫ് ഇൻകം ടാക്സിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കുമ്പം 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണുള്ളത്. നേരത്തെ പറഞ്ഞു, സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് അതർ സോഴ്സസ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ മൊഡ്യൂളുകളായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഇൻകം ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്തറിയണം, ഈ പേഴ്സൺ ഇന്ത്യയിൽ റിസൈഡിങ് ആണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കാൻ അയാൾ ലയബിൾ ആണോ എന്നുള്ളത് നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഴ്സൺസിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിൽ ഓരോ പേഴ്സണിനും ഞാൻ നേരത്തെ പറഞ്ഞു, പേഴ്സൺ എന്ന് പറയുമ്പം അതിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്, ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡഡ് ആണ്, കമ്പനീസ് ഇൻക്ലൂഡഡ് ആണ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ കുറേ ലിസ്റ്റ് ചെയ്തു. ഇതിൽ ഓരോരുത്തരുടെയും റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് നമ്മൾ ഓരോ തരത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസിൻ്റെ കേസ് നോക്കുക. ഇൻഡിവിജ്വൽ ഒരു റെസിഡൻ്റ് ആണെന്ന് പറയുന്നത് 2 കണ്ടീഷൻസ് ഉണ്ട്. ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് പറയാം, അവളല്ലെങ്കിൽ അവൻ എന്താണെന്ന് പറയാം, ഒരു ഇന്ത്യൻ റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഏതൊക്കെയാണ് കണ്ടീഷൻ? സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 182 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള വർഷമാണ് എന്ത്, പ്രീവിയസ് ഇയർ. ഈ പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിലധികമോ ഇന്ത്യയിലുണ്ടായിരുന്നു. ഓർ സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 365 days, മിനിമം ഓഫ് 365 ദിവസം ആളെവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇൻ ദ ലാസ്റ്റ് 4 years, 4 preceding years, അതായത് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 4 preceding ഇയറിൽ 365 ദിവസം ആൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അതേപോലെ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും ഉണ്ടായിരുന്നു. ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് എന്ത് പറയാം, അദ്ദേഹം ഒരു ഇന്ത്യൻ റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി പറഞ്ഞ 60 daysൻ്റെ കുറച്ച് എക്സംഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അതായത് ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഈ 60 daysൻ്റെ എക്സംഷൻ, അതായത് ഈ 60 days എന്ന് പറയുന്നതിൽ എക്സംഷൻസ് ഉള്ള ആൾക്കാരാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഫസ്റ്റ് 2
കണ്ടീഷൻസാണ്. ഇനി നേരത്തെ 2 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ആ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്യുകയും അതിനാണ് നമ്മൾ ബേസിക് നേരത്തെ പറഞ്ഞ 2 കണ്ടീഷൻസിനാണ് നമ്മൾ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിൽ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത 2 കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഏതൊക്കെയാണ് 2 കണ്ടീഷൻസ്? ലാസ്റ്റ് 10 പ്രീവിയസ് ഇയേഴ്സിൽ 2 years എങ്കിലും ഇന്ത്യയിലുണ്ടായിരുന്നു ആൻഡ് must have been in India for at least 730 days in the last 7 years. ഈ രണ്ടാമത് പറഞ്ഞ 2 കണ്ടീഷൻസിനെ നമ്മൾ അഡീഷണൽ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞ 2 കണ്ടീഷൻ ബേസിക് കണ്ടീഷനും ഇപ്പോൾ പറഞ്ഞത് നമ്മൾ അഡീഷണൽ കണ്ടീഷനാണ്. ഈ അഡീഷണൽ കണ്ടീഷൻ എന്താണ്? കഴിഞ്ഞ 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിലുണ്ടായിരുന്നു. ഇവിടെ ഓറല്ല വരുന്നത്, ആൻഡ് ആണ് വരുന്നത്. കഴിഞ്ഞ 7 വർഷത്തിൽ 730 ദിവസവും എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിലുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ 2 ബേസിക് കണ്ടീഷൻസും ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നും രണ്ടാമത് പറഞ്ഞ അഡീഷണൽ കണ്ടീഷൻസിൽ രണ്ടും ഫുൾഫിൽ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ എന്ത് പറയും? ഓർഡിനറി റെസിഡൻറ്റ് എന്നാണ് പറയുന്നത്. സിമ്പിളാണ്. ടോട്ടൽ 4 കണ്ടീഷനാണ്. 2 ബേസിക് കണ്ടീഷൻസും 2 അഡീഷണൽ കണ്ടീഷൻസും. ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നും ഫുൾഫിൽ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻസ് 2ഉം ഫുൾഫിൽ ചെയ്യുകയും ചെയ്താൽ അവരെ നമ്മൾ എന്ത് പറയും? ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയും. ഇനി അഡീഷണൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നാലോ ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ റെസിഡൻറ്റ് എന്ന് പറയും. ഇനി ഒരാൾ ബേസിക് കണ്ടീഷൻസ് പോലും ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാഗമേ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അവരെന്താണ്? നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തിൻ്റെ ആയിരുന്നു? ഇൻഡിവിജ്വൽസിൻ്റെ, ഞാനും നിങ്ങളൊക്കെ പോലെയുള്ള ഇൻഡിവിജ്വൽസിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആണ് നോക്കുന്നത്. HUFൻ്റെയും അതേപോലെ അസോസിയേഷൻ AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൻ്റെയും ഒക്കെ ഇത്തരം പേഴ്സൺസ് റെസിഡൻ്റ് ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? അവരുടെ കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ് ഹോളി ഓർ പാർഷ്യലി, മൊത്തമായിട്ടോ ഭാഗികമായിട്ടോ ഈ പറഞ്ഞ പേഴ്സൺസിൻ്റെ HUFൻ്റെയോ AOPയുടെയോ BOPയുടെയൊക്കെ കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ് പാർഷ്യലി ഓർ ഹോളി, പൂർണ്ണമായോ ഭാഗികമായോ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അവരെന്താണ്? ഇന്ത്യയിൽ ആ ഒരു പേഴ്സൺ ഇൻകം ടാക്സ് പ്രകാരം അവരെന്താണ്? ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു HUF അല്ലെങ്കിൽ ആ ഒരു AOP ഒരു റെസിഡൻ്റ് ആണ്. ഇനി HUFനെ സംബന്ധിച്ചിടത്തോളം ഓർഡിനറി റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എപ്പോൾ? ഈ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ. റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 out of 10 preceding years. കഴിഞ്ഞ 10 വർഷത്തിൽ 2 തവണ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരുന്നു. present in India for at least 730 days in during 7 preceding years. നമ്മൾ ഇൻഡിവിജ്വൽസിൻ്റെ കേസ് പറഞ്ഞപ്പം 2 അഡീഷണൽ കണ്ടീഷൻസ് പറഞ്ഞിരുന്നു അല്ലേ? സോ ഈ 2 അഡീഷണൽ കണ്ടീഷൻസും ഒരു HUFലെ ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ എൽഡസ്റ്റ് മെമ്പറെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കർത്ത എന്ന് പറയുന്നത്. ഈ കർത്ത ഈ ഇൻഡിവിജ്വൽസിൻ്റെ അഡീഷണൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ HUF എന്താണ്? ആ രാജ്യത്തെ ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. HUFന് മാത്രമേ എന്തുള്ളൂ? ഓർഡിനറി റെസിഡൻ്റ് എന്നും പറയുന്ന ഒരു കാറ്റഗറി വരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ്? റെസിഡൻ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി മാത്രമേ വരുന്നുള്ളൂ. ഇനി കമ്പനീസിൻ്റെ കേസ് ഇവിടെ പറയുന്നുണ്ട്. കമ്പനി എപ്പോഴാണ് റെസിഡൻ്റ് ആവുന്നത്? ആ കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആവുകയോ അതല്ലെങ്കിൽ ഇറ്റ്സ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, ആ കമ്പനിയുടെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യ ആവുകയോ ചെയ്യുക. ഈ 2 എണ്ണം മാത്രം ഓർത്തിരുന്നാൽ മതി. ഇഫ് ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ കമ്പനി, ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി ആയിട്ടിരിക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ കമ്പനിയുടെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി എന്താണ്? ഒരു ഇന്ത്യൻ റെസിഡൻറ്റ് കമ്പനി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും.
പിന്നെ നമ്മൾ എവ്രി അതർ പേഴ്സൺ, ഈ പറഞ്ഞ HUFും AOPയും കമ്പനിയും ഇൻഡിവിജ്വലും അതിലൊന്നും വരാത്ത കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻസ് തന്നെയാണ് വരുന്നത്. കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ് മൊത്തമായിട്ടോ പാർഷ്യലി ആയിട്ടോ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു ഇന്ത്യൻ റിസൈഡിങ് ആയിട്ടുള്ള ഇന്ത്യൻ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻസിഡൻസ് ഓഫ് ടാക്സ് കൊടുക്കുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്, അതായത് ഓരോ പേഴ്സണിൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും HUFൻ്റെയും അതേപോലെ ഈ ഓർഡിനറി റെസിഡൻ്റ് ആകുമ്പോഴും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആകുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് അവരുടെ ടാക്സിനെ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് സിമ്പിളായിട്ടൊരു ടേബിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ റെഫർ ചെയ്യാം. ഇനി ഇതിൽ അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകമാണ്. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുമ്പം നിങ്ങൾ ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ഇങ്ങനെ ഒരു ഇൻകം നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? 5 ഇൻകം ഹെഡ്സ് ഓഫ് ഇൻകം പറഞ്ഞതിൽ അഗ്രികൾച്ചറൽ ഇൻകം എന്നൊരു ഇൻകം നിങ്ങൾ കേട്ടിട്ടില്ല. കാരണം അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകമാണ്. അതായത് അഗ്രികൾച്ചർ ആക്ടിവിറ്റി ത്രൂ അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഏർണിങ്സിന് നിങ്ങൾ എന്ത് കൊടുക്കണ്ട, ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടതില്ല. അങ്ങനെ ടാക്സ് കൊടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം ആവാൻ സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. ആ അഗ്രികൾച്ചർ ലാൻഡ് മസ്റ്റ് ബി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളതാവണം. ലാൻഡ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്, അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാൻഡ് ആയിരിക്കണം. നിങ്ങൾ അഗ്രികൾച്ചറൽ പർപ്പസിനെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിനു പറ്റില്ല, എക്സംപ്റ്റഡ് ഇൻകത്തിൻ്റെ കാറ്റഗറിയിൽ വരില്ല. ദ ഇൻകം റിസീവ്ഡ് മസ്റ്റ് ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ ലാൻഡ്, അതായത് ഇൻകം റിസീവർക്ക് ആ ലാൻഡിൻ്റെ പുറത്ത് ഒരു സർട്ടൈൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഓൺലി ഡയറക്റ്റ് ഇൻകം ഫ്രം അഗ്രികൾച്ചർ ക്വാളിഫൈസ്, അഗ്രികൾച്ചറിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ഇൻകം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എക്സംപ്റ്റഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരുപാട് അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടൈപ്സ് അതിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ഹെഡ്സിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത്? റെൻറ്റ്, റവന്യൂ ഫ്രം ലാൻഡ്, ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്, ഇങ്ങനെ ഒരു 6ഓളം കാറ്റഗറീസ് അതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഓൺ കമ്പ്യൂട്ടേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം, അഗ്രികൾച്ചറൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്സും അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 10ഓളം പോയിൻറ്സാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഏതൊക്കെയാണ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്നും ഇതിൽ പറയുന്നുണ്ട്. ഇൻകം ഫ്രം മാർക്കറ്റ്സ്, മൈനിങ് ക്വാറീസ് എന്നൊക്കെ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയില്ല. അതേപോലെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോറേജ്, ഇങ്ങനെ വാട്ടർ ഇറിഗേഷൻ സപ്ലൈ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട്, അതായത് അഗ്രികൾച്ചറലിൻ്റെ ഇൻകത്തിൻ്റെ ഹെഡിൽ വരാത്ത കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. അതേപോലെ തന്നെ പാർഷ്യൽ അഗ്രികൾച്ചറൽ ഇൻകം, അതായത് പാർഷ്യലി നോൺ അഗ്രികൾച്ചറൽ ഇൻകം. ചില അഗ്രികൾച്ചറൽ ഇൻകം എന്തായിക്കൊള്ളണമെന്നില്ല, ഫുള്ളി അഗ്രികൾച്ചറൽ ആവണമെന്നില്ല. സോ അതിൽ വരുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഒരു ചെറിയ നോട്ടും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അഗ്രികൾച്ചറൽ ഇൻകം നിങ്ങൾ ആ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ ബേസിക് ആയിട്ടും അതിൽ ഇൻക്ലൂഡ് ആവുന്നത് ഏതൊക്കെയാണ്, അതിൽ ഇൻക്ലൂഡ് ആവാത്തത് ഏതൊക്കെയാണെന്നുള്ളത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്സ് സ്ലാബ് ഉണ്ട്, അതായത് നമുക്ക് എന്തുണ്ട്, ടാക്സ് സ്ലാബുകൾ, അതായത് എല്ലാവർക്കും ഒരേ ടാക്സ് അല്ലേ വരുന്നത്. സോ അതിൻ്റെ ഒരു സ്ലാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും ഈ ബഡ്ജറ്റ് കഴിയുന്ന സമയത്ത് ഈ ടാക്സ് സ്ലാബിൽ എന്തുണ്ടാവും, ഡിഫറൻസസ് വരാറുണ്ട്. അതിൽ ന്യൂ റെജീമ 2025-26 റെജീമയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണ്, അപ് ടു 4 lakh നോ ടാക്സ്, 4 lakh to 8 lakh 5%, 8 lakh to 12 lakh 10%, 12 lakh to 16 lakh ആണെന്നുണ്ടെങ്കിൽ 15%, ഇങ്ങനെ 24 lakh വരെയുള്ള അതിൻ്റെ മുകളിലേക്കുള്ളതിനൊക്കെ 30%. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സിൻ്റെ സ്ലാബ് എന്ന് പറയുന്നത്. ഒരാളുടെ ഇൻകം ഇതിലേത് സ്ലാബിലാണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
ടാക്സ് പെർസെൻറ്റേജ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ലാസ്റ്റ് ഈ ഒരു പോർഷനിൽ ലാസ്റ്റ് വരുന്നതാണ് എക്സംപ്റ്റഡ് ഇൻകം. അതായത് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ചില ഹെഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി കൊടുക്കേണ്ടതില്ലാത്ത, അതായത് എക്സംപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ഇൻകത്തിൻ്റെ കാറ്റഗറീസാണ് നമ്മളിവിടെ പറയുന്നത്. ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞു, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതേപോലെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ്, അതിനൊക്കെ ലിമിറ്റുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഓരോ കാര്യങ്ങളും, അതായത് ആ ഒരു ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പോയിൻറ്റ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. അതേപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട്, അതേപോലെ ലീവ് ട്രാവൽ കൺസെഷൻ, ഇങ്ങനെ ജസ്റ്റ് ഒരു ഹെഡിങ്ങും അതിൻ്റെ വളരെ ബ്രീഫായിട്ടുള്ള പോയിൻറ്റ്സുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇപ്പം ഇതിൽ ഒരു 14 എണ്ണമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തം പഠിച്ചിട്ടില്ലെങ്കിലും കുറച്ച് ഒരു 5 or 6 എങ്കിലും മിനിമം എക്സംപ്റ്റഡ് ഇൻകംസ് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഒരു ചെറിയ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ എക്സംപ്റ്റഡ് ഇൻകത്തിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് എസ്സേ എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിലുള്ളത് ഏതൊക്കെയാണ്, എക്സംപ്റ്റഡ് ഇൻകംസ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പഠിച്ചു വെക്കുക. ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്ത് പറയാം. ബേസിക് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് അതിൻ്റെ മീനിങ്ങും ടൈപ്സ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ കീ ഡെഫിനിഷൻസ്, അതിലുള്ള ചെറിയ ചെറിയ ടേംസിൻ്റെ മീനിങ്, അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, SSC, അതേപോലെ ചെറിയൊരു ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞു. ഇൻകം എന്ന് പറയുമ്പോൾ അതിലേതൊക്കെ ഇൻക്ലൂഡ് ആവുന്നുള്ളത് പറഞ്ഞു. കാഷ്വൽ ഇൻകം ഡിസ്കസ് ചെയ്തു. അതേപോലെ ഗ്രോസ് ടോട്ടൽ ഇൻകവും ടോട്ടൽ ഇൻകവും നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം മാർജിനൽ റേറ്റ് എന്താണ്, അതേപോലെ പെർമനൻ്റ് അക്കൗണ്ട് നമ്പറും അതേപോലെ പാൻ നമ്പറും ടാൻ നമ്പറും നമ്മൾ പറഞ്ഞു. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അതൊന്ന് പഠിച്ചു വെക്കുക. അത് എല്ലാത്തിൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. HUFൻ്റെയും AOP ഇതൊക്കെ സിമ്പിളാണ്. കമ്പനീസിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പോയിൻറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പഠിച്ചു വെക്കുക. അതേപോലെ അഗ്രികൾച്ചറൽ ഇൻകം, അതിൽ വരുന്നത് ഏതൊക്കെയാണ്, അതിൽ വരാത്തത് ഏതൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഈ സ്ലാബ് ഒന്ന് എപ്പോഴും ഓർത്തിരിക്കുക. ലാസ്റ്റായിട്ട് എക്സംപ്റ്റഡ് ഇൻകംസ് ആണ്, അതായത് നമ്മൾ ഇൻകം ടാക്സിൻ്റെ കാറ്റഗറിയിൽ വരാത്ത, അതായത് ഈ പറയുന്ന ലിസ്റ്റ് ചെയ്തിട്ടുള്ള 16 ഹെഡ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിനെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അതിന് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതില്ല. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഹോപ്പ് യു ആർ ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം.